കാനഡയിലെ കാടുകളിൽ പടർന്നുപിടിക്കുന്ന നൂറുകണക്കിന് കാട്ടുതീയെ തുടർന്ന് കനത്ത പുകപടലങ്ങൾ അമേരിക്കയിലെ മിഡ്വെസ്റ്റ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായി മൂടി. ഇതോടെ വായുനിലവാരം അതീവ ഗുരുതരമായ നിലയിലേക്ക് താഴുകയും ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്ന് US അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആഗോള വായുനിലവാരം നിരീക്ഷിക്കുന്ന IQ എയർ പ്രകാരം വ്യാഴാഴ്ച ലോകത്തിലെ ഏറ്റവും മോശം വായുനിലവാരം രേഖപ്പെടുത്തിയത് അമേരിക്കൻ നഗരമായ ഡെട്രോയിറ്റിലാണ്. ഇവിടുത്തെ വായുമലിനീകരണ സൂചിക 600 കടന്നു. ഇത് US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നിശ്ചയിച്ച അപകടകരം എന്ന പരിധിയുടെ ഇരട്ടിയാണ്. മിനസോട്ട, മിഷിഗൺ, വടക്കൻ ഇലിനോയിസ്, വടക്കൻ ഒഹായോ എന്നീ സംസ്ഥാനങ്ങളിലും കാനഡയിലെ ഒന്റാറിയോയിലും വായുനിലവാരം അപകടകരമായ രീതിയിൽ തുടരുകയാണ്. മിനിയാപോളിസ്, മിൽവാക്കി, ടൊറന്റോ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം പുകയിൽ മുങ്ങി. നിലവിൽ മിനസോട്ട മുതൽ തെക്ക് മേരിലാൻഡ് വരെയുള്ള 10ഓളം US സംസ്ഥാനങ്ങളിൽ വായുനിലവാരം ആരോഗ്യകരമല്ലാത്ത അവസ്ഥയിലാണുള്ളത്. പുക ശ്വസിക്കുന്നത് വഴി ജനങ്ങൾക്ക് കണ്ണ് എരിയുന്നതായും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വായുമലിനീകരണം രൂക്ഷമായതോടെ മിനസോട്ടയിലെ പ്രശസ്തമായ റോക്ക് ബാൻഡ് ക്രീഡ് നടത്താനിരുന്ന സംഗീത പരിപാടി ഉൾപ്പെടെയുള്ള നിരവധി ഔട്ട്ഡോർ പരിപാടികളും മേളകളും റദ്ദാക്കി. കൂടാതെ മിനിയാപോളിസിലെ പബ്ലിക് നീന്തൽക്കുളങ്ങൾ, ഗോൾഫ് കോഴ്സുകൾ, മറ്റ് ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ എന്നിവയും താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ ആകാശം ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമായി മാറുകയും വായുവിൽ കരിഞ്ഞ മണം പടരുകയും ചെയ്യുമെന്നാണ് പ്രവചനം. ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ഏരിയയിൽ വരാനിരിക്കുന്ന ഞായറാഴ്ച 80,000-ലധികം കാണികൾ പങ്കെടുക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടക്കാനിരിക്കെയാണ് ഈ പ്രതിസന്ധി എന്നതും ശ്രദ്ധേയമാണ്. മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, ആസ്മ, ഹൃദ്രോഗം എന്നിവയുള്ളവർ പുറത്തിറങ്ങരുതെന്ന് ന്യൂയോർക്ക് മേയർ സോഹ്റാൻ മംദാനി അറിയിച്ചു. നഗരത്തിലെ 100 കണക്കിന് ലൈബ്രറികളിലും ഫയർ സ്റ്റേഷനുകളിലും സൗജന്യമായി KN95 മാസ്കുകൾ വിതരണം ചെയ്യുന്നുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് കാനഡയിലുടനീളം 858 കാട്ടുതീകളാണ് പടരുന്നത്. ഇതിൽ 111 പൂർണ്ണമായും നിയന്ത്രണാതീതമാണ്. മാനിറ്റോബ, സസ്കാച്ചവൻ, ഒന്റാറിയോ എന്നീ മധ്യപ്രദേശങ്ങളിലാണ് തീപിടുത്തം രൂക്ഷം. ഈ സീസണിൽ മാത്രം കാനഡയിൽ 59 ലക്ഷം ഏക്കർ വനഭൂമിയാണ് കത്തിയമർന്നത്. ആഗോള താപനില ഉയരുന്നതാണ് കാട്ടുതീയുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ വായുമലിനീകരണത്തെക്കാൾ മാരകമാണ് ആഴ്ചകളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാട്ടുതീയുടെ പുക. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം, ഗർഭധാരണ പ്രശ്നങ്ങൾ, ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു.